എല്ലാ സുഹൃത്തുക്കൾക്കും എജു ക്യാപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് 1000 മലയാള സാഹിത്യ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ മേഖലയുടെ 3ാമത്തെ ക്ലാസ്സാണ്. PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള വിവിധങ്ങളായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഏകദേശം 2 ക്ലാസ്സുകൾ ആണ് മുൻപ് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2 ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ 2 ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് ആദ്യം കാണുക. അതിനുശേഷം 3ാമത്തെ ക്ലാസ്സായ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക. ഒപ്പം ചാനൽ നിലവിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അതേ സമയം നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്യത്യസ്തമായ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 106ാമത്തെ ചോദ്യമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 106ാമത്തെ ചോദ്യമാണ്. വളരെ സിമ്പിളായ ചോദ്യം. 2ഉം 3ഉം തവണ കൃഷി ചെയ്യുന്ന കണ്ടങ്ങളെയും, എന്താണ് വരി? 2ഉം 3ഉം തവണ കൃഷി ചെയ്യുന്ന കണ്ടങ്ങളെയും, 2ഉം 3ഉം തവണ കൃഷി ചെയ്യുന്ന കണ്ടങ്ങളെയും, ഈ ഒരു വരി ഏത് കൃതിയിലേതാണ് എന്നാണ് ചോദ്യം. 2ഉം 3ഉം തവണ കൃഷി ചെയ്യുന്ന കണ്ടങ്ങളെയും, 2ഉം 3ഉം തവണ കൃഷി ചെയ്യുന്ന കണ്ടങ്ങളെയും എന്നത് ഏതിലെ വരിയാണ്? അത് മയൂര സന്ദേശത്തിലെ വരിയാണ്. മയൂര സന്ദേശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തതാണ് അല്ലേ? മയൂര സന്ദേശം നമ്മൾ പറഞ്ഞു, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് മയൂര സന്ദേശം എഴുതിയത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? കേരളവർമ്മ വലിയ കോഴി എന്ന് കണക്ട് ചെയ്തൂടെ? കോഴി എന്ന് കണക്ട് ചെയ്തൂടെ? അപ്പം അതിലൊരു പക്ഷിയുടെ പേരുണ്ട് അല്ലേ? അതായത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്നതിൽ ഒരു പക്ഷിയുടെ പേരുണ്ട്, മയൂര സന്ദേശത്തിലും ഒരു പക്ഷിയുടെ പേരുണ്ട്. അത്തരത്തിൽ നമുക്ക് ആ ഒരു മയൂര സന്ദേശം എഴുതിയിരിക്കുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചോദ്യം അതല്ല. 2ഉം 3ഉം തവണ കൃഷി ചെയ്യുന്ന കണ്ടങ്ങളെയും ഈ വരി ഏത് കൃതിയിലേതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മയൂര സന്ദേശം എന്ന് പറയില്ലേ? നമുക്ക് അടുത്ത 107ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? താളാത്മകമായി ശരീരാവയവങ്ങൾ ചലിപ്പിക്കുമ്പോൾ ആ ചലനങ്ങൾക്ക് അനുസൃതമായി ശബ്ദവിന്യാസം നടത്തിയിരിക്കണം പ്രാകൃത മനുഷ്യൻ. അതാണ് നാടൻപാട്ടിൻ്റെ പിറവിയുടെ ആധാരം എന്ന് നിഗമനം നടത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ രാഘവൻ പയ്യനാടാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടെ നമ്മൾ പരിചയപ്പെടുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് നിലവിലുള്ള PSC ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. PSC നിലവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആവുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടെ പഠിച്ചു മാറേണ്ടത് അനിവാര്യമാണ് അല്ലേ? അപ്പം 107ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇപ്പം പരിചയപ്പെട്ടത്. താളാത്മകമായി ശരീരാവയവങ്ങൾ ചലിപ്പിക്കുമ്പോൾ ആ ചലനങ്ങൾക്കനുസൃതമായി ശബ്ദവിന്യാസം നടത്തിയിരിക്കണം പ്രാകൃത മനുഷ്യൻ. അതാണ് നാടൻപാട്ടിൻ്റെ പിറവിയുടെ ആധാരം എന്ന് നിഗമനം നടത്തിയത് രാഘവൻ പയ്യനാടാണ് എന്ന് ഓർത്തു വെക്കുക. നമ്മൾ 108ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം ഇതേ ചോദ്യം തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം തുടർന്ന് ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായ 108ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രാചീന ഗാനത്തെ കഥാഗാനം, പ്രാചീന ഗാന സാഹിത്യത്തിലെ പ്രാചീന ഗാന സാഹിത്യത്തെ ഗാനം, കഥാഗാനം എന്നിങ്ങനെ വിഭജിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം പറയും G. ശങ്കരപ്പിള്ള. അത് G. ശങ്കരപ്പിള്ളയാണ്. പ്രാചീന ഗാന സാഹിത്യത്തെ ഗാനം, കഥാഗാനം. അപ്പോൾ ചോദ്യം എങ്ങനെയൊക്കെ വരാം? എന്തിനെയാണ് ഗാനം, കഥാഗാനം എന്ന് G. ശങ്കരപ്പിള്ള വിഭജിച്ചത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പ്രാചീന ഗാന സാഹിത്യത്തെയാണ്. അല്ലെങ്കിൽ പ്രാചീന ഗാന സാഹിത്യത്തെ G. ശങ്കരപ്പിള്ള വിഭജിച്ചത് എങ്ങനെയെന്ന് ചോദിക്കാം. അത് ഗാനം, കഥാഗാനം എന്നാണ്. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? പ്രാചീന ഗാന സാഹിത്യത്തെ ഗാനം, കഥാഗാനം എന്നിങ്ങനെ വിഭജിച്ചത് ആര് എന്നും ചോദിക്കാം. അത് G. ശങ്കരപ്പിള്ളയാണെന്ന് ഓർത്തു വെക്കുക. പ്രാചീന ഗാന സാഹിത്യത്തെ ഗാനം, കഥാഗാനം എന്ന് വിഭജിച്ചത് G. ശങ്കരപ്പിള്ളയാണെന്ന് ഓർത്തു വച്ചാൽ നമുക്ക് 109ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബലേഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പ്രീവിയസ് ഇയർ ചേലനാട്
അച്യുതമേനോനാണ് അല്ലേ. ചേലനാട് അച്യുതമേനോനാണ് ബലേഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന കൃതിയുടെ കർത്താവ്. അത് ഞാനൊരു ചുവന്ന ടിക്ക് മാർക്ക് കൊടുക്കാം, കാരണം അത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ചുവന്ന ടിക്ക് മാർക്ക് കൊടുത്തു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു, അതും പ്രീവിയസ് ആണ്. തോറ്റം എന്ന പദം ഏതിൻ്റെ ഉദ്ഭവമാണ്, അല്ലെ തോറ്റം എന്ന പദം എന്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ സ്തോത്രം എന്നതിൽ നിന്നാണ് തോറ്റം എന്ന പദം ഉണ്ടായത് അല്ലേ. സ്തോത്രം എന്നതിൽ നിന്നാണ് തോറ്റം എന്ന പദം. തോറ്റം പാട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തോറ്റം എന്ന പദം ഏതിൻ്റെ ഉത്ഭവമാണ് എന്ന് ചോദിച്ചാൽ സ്തോത്രമാണ് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് നിങ്ങൾക്കറിയാവുന്ന ചോദ്യമാണ്. പുത്തൂരം വീടിൻ്റെ ചരിതം അല്ലെങ്കിൽ പുത്തൂരം വീടിൻ്റെ ചരിത്രം ഉൾപ്പെടുന്ന നാടൻ പാട്ട് ശാഖയാണ് വടക്കം പാട്ട്. പുത്തൂരം വീട്ടിൽ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം എന്ന് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം പുത്തൂരം വീടിനെ കുറിച്ച് പരാമർശിക്കുന്ന നാടൻ പാട്ട് ശാഖയാണ് വടക്കൻ പാട്ട് എന്ന് നമ്മൾ പഠിക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ആണ്. ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് അല്ലേ. എന്താണ് ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് ഉൾപ്പെടുന്ന നാടൻ പാട്ട് ശാഖ? ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് ഉൾപ്പെടുന്ന നാടൻ പാട്ട് ശാഖയാണ് ഏത്? അത് തെക്കൻ പാട്ടാണ് അല്ലേ. അത് തെക്കൻ പാട്ടാണ്. ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് പരാമർശിക്കപ്പെടുന്ന നാടൻ പാട്ട് ശാഖയാണ് തെക്കൻ പാട്ടെന്ന് നമുക്കറിയാം. ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് പരാമർശിക്കപ്പെടുന്ന നാടൻ ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് ഉൾപ്പെടുന്ന നാടൻ പാട്ട് ശാഖയാണ് തെക്കൻ പാട്ടുകൾ എന്ന് നമുക്ക് അറിയാം അല്ലേ. തെക്കൻ പാട്ടുകൾ എന്ന് നമുക്കറിയാം. നമ്മൾ 113ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. തെക്കൻ പാട്ടുകളുടെ ഭാഷാ സവിശേഷത എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ തെക്കൻ പാട്ടുകളുടെ ഭാഷാ സവിശേഷതയായിട്ട് പറയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് തമിഴിൻ്റെ അതിപ്രസരമാണ്. തെക്കൻ പാട്ടിൽ തമിഴിൻ്റെ അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കില്ലേ. തെക്കൻ പാട്ടുകളിൽ നമുക്ക് തമിഴിൻ്റെ അതിപ്രസരം കാണാൻ സാധിക്കില്ലേ. തമിഴിൻ്റെ അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും. 114ാമത്തെ ചോദ്യം നോക്കുകയാണ് നമ്മൾ. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ നാടോടി ഗാനം. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ നാടോടി ഗാനമാണ് പയ്യന്നൂർ പാട്ട്. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ നാടോടി ഗാനം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പയ്യന്നൂർ പാട്ട് എന്ന് പറയും. കേരളത്തിലെ കാളിസേവ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് എന്ന് ചോദിക്കും. ആ ചോദ്യം നമ്മൾ പഠിച്ചു മാറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബലേഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരായിരുന്നു? ചേലനാട് അച്യുതമേനോനായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കാളിസേവ എന്ന ഗ്രന്ഥം രചിച്ചതും ചേലനാട് അച്യുതമേനോനാണ് എന്ന് ഓർത്തു വെക്കുക. ഡോക്ടർ ചേലനാട് അച്യുതമേനോനാണ് കേരളത്തിലെ കാളിസേവ എന്ന ഗ്രന്ഥം രചിച്ചത് ചേലനാട് അച്യുതമേനോനാണ്. മാർത്തോമ ചരിതം സംഗ്രഹിച്ച പ്രാചീന കൃതി ഏതാ? മാർത്തോമ ചരിതം സംഗ്രഹിച്ച പ്രാചീന കൃതിയാണ് റംബാൻ പാട്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് റംബാ ഹോയ് എന്ന് കേട്ടില്ലേ. അപ്പോൾ അതിന് നമുക്ക് കണക്ട് ചെയ്യാം റംബാൻ പാട്ട്. അപ്പോൾ മാർത്തോമ ചരിതം സംഗ്രഹിച്ച പ്രാചീന കൃതിയാണ് റംബാൻ പാട്ട് എന്ന് പഠിക്കുക. കൈകൊട്ടിക്കളിപ്പാട്ടിൻ്റെ മറ്റൊരു പേരാണ് തിരുവാതിരക്കളിപ്പാട്ട് എന്നുകൂടെ പഠിച്ചു മാറുക. ഞാൻ കുറച്ച് വേഗത്തിലാണ് പോകുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയാണ് വേഗത്തിൽ പോകുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ നമുക്ക് വേഗത അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. ആ സാധ്യതകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ കാണണമെങ്കിൽ ആ രീതിയിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക. സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. അപ്പം നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 118ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. തിരുവാതിര കളിപ്പാട്ടിന് സാഹിത്യ പദവി നേടിക്കൊടുത്ത ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കൈകൊട്ടി കളിപ്പാട്ടിൻ്റെ മറ്റൊരു പേരാണ് തിരുവാതിര കളിപ്പാട്ട്. അപ്പം തിരുവാതിര കളിപ്പാട്ടിന് അഥവാ കൈകൊട്ടി കളിപ്പാട്ടിന് സാഹിത്യ പദവി നേടിക്കൊടുത്ത വ്യക്തിയാണ് ഇളയ ഒരു കുട്ടിയാണ്. മച്ചാട്ടിളയതാണ് തിരുവാതിര കളിപ്പാട്ടിന് സാഹിത്യ പദവി നേടിക്കൊടുത്തതെന്ന് പഠിക്കുക. തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേരെന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു കൈകൊട്ടി കളിപ്പാട്ടിൻ്റെ മറ്റൊരു പേര് തിരുവാതിര കളിപ്പാട്ട് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേരെന്താ? തെക്കൻ പാട്ടുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് ഉൾപ്പെടുന്ന നാടൻ പാട്ട് ശാഖയാണ് തെക്കൻ പാട്ട് എന്നും തമിഴിൻ്റെ അതിപ്രസവം നമുക്ക് തെക്കൻ പാട്ടുകളിൽ കാണാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേരാണ് വില്ലടിച്ചാൻ പാട്ട്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചിലപ്പോൾ സ്റ്റേജ് ഷോയിനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ അമ്പലങ്ങളിലും മറ്റ് കലാപരിപാടികൾക്കൊക്കെ വില്ലടിച്ചാൻ പാട്ട് ഇന്ന് സ്റ്റേജ് ഷോകളിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്.
നമ്മൾ അത്തരത്തിൽ കണ്ടിട്ടുണ്ടാവും, ചിലപ്പം അല്ലാതെ നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ 119ാമത്തെ ചോദ്യം പരിചയപ്പെടുന്നു. തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേര്. തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേരാണ് വില്ലടിച്ചാൻ പാട്ട്. തെക്കൻ പാട്ടുകളുടെ, ഓർത്തു വെക്കണം, തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേരാണ് വില്ലടിച്ചാൻ പാട്ട്. തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേരാണ് വില്ലടിച്ചാൻ പാട്ട് എന്ന് പഠിക്കുക. 120ാമത്തെ ചോദ്യം. ലഭ്യമായ ഏറ്റവും മികച്ച വടക്കൻ പാട്ട് ശേഖരത്തിൻ്റെ ശില്പിയാണ് പേഴ്സി മക്വീൻ. ആരാണ്? പേഴ്സി മക്വീൻ ആണ് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച വടക്കൻ പാട്ട് ശേഖരത്തിൻ്റെ ശില്പിയാണ് പേഴ്സി മക്വീൻ എങ്കിൽ വടക്കൻ പാട്ടുകളുടെ പണിശാല എന്ന ഗ്രന്ഥം എഴുതിയ വളരെ 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 ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. വടക്കൻ പാട്ടുകളുടെ പണിശാല എന്ന ഗ്രന്ഥം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും എം.ആർ. രാഘവ വാര്യരാണ് എന്ത് എഴുതിയത്? വടക്കൻ പാട്ടുകളുടെ പണിശാല എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. തോറ്റംപാട്ടുകളെ ശങ്കരപ്പിള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു, തോറ്റംപാട്ടുകളെ ശങ്കരപ്പിള്ള ഏത് വിഭാഗത്തിൽപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ കഥാഗാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗാനം കഥാഗാനം എന്നീ രീതിയിലുള്ള വിഭജനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 108ാമത്തെ ചോദ്യം. പ്രാചീന ഗാനസാഹിത്യത്തെ ഗാനം കഥാഗാനം എന്നിങ്ങനെ വിഭജിച്ചത് ജി ശങ്കരപ്പിള്ളയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് തോറ്റംപാട്ടുകളെ ശങ്കരപ്പിള്ള ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു? കഥാഗാനമാണ്. തോറ്റംപാട്ടുകളെ, തോറ്റം എന്ന സ്തോത്രം എന്നാണ് രൂപപ്പെട്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. തോറ്റംപാട്ടുകളെ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യനായ ഉമാകേരളം രചിച്ച ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്ന, അതുപോലെ തന്നെ ചിത്രശാല എഴുതിയ വ്യക്തി ഒക്കെയാണ് ഉള്ളൂർ എന്ന് നമ്മൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് പഠിച്ചു മാറി എങ്ങനെയായിരുന്നു? യോഗം വള്ളത്തിൽ ചിത്രശാലയ്ക്കുള്ളിൽ, ചിത്രയോഗം വള്ളത്തോൾ ചിത്രശാല ഉള്ളൂർ. അപ്പം ചിത്രശാല എഴുതിയ ഉള്ളൂർ, അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പരാമർശമാണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. തോറ്റം പാട്ടുകളെ ഉള്ളൂർ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? മണ്ണാൻ പാട്ട് എന്നാണല്ലേ. തോറ്റം പാട്ടുകളെ ഉള്ളൂർ വിശേഷിപ്പിച്ചു മണ്ണാൻ പാട്ട്. തോറ്റം പാട്ടുകളെയാണല്ലേ തോറ്റം പാട്ടുകളെ ഉള്ളൂർ വിശേഷിപ്പിച്ചത് കാക്കേ കാക്കേ കൂടെ വിടെ, അതുപോലെ തന്നെ പ്രാവേ പ്രാവേ പോകരുതേ ഒക്കെ എഴുതിയത് ഉള്ളൂരാണല്ലേ. വാവാ കൂട്ടിനകത്താക്കാം എന്നാണ് അദ്ദേഹം പാടിയല്ലേ. അപ്പം വാവാ കൂട്ടിൻ്റെ അകത്തേക്കാക്കാം, കാക്കേ കാക്കേ പോകരുതേ, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം എന്ന് അദ്ദേഹം പാടിയല്ലേ. അപ്പം തോറ്റം പാട്ടുകളെ ഉള്ളൂർ വിശേഷിപ്പിക്കുന്നത് മണ്ണാൻ പാട്ട് എന്നാണെങ്കിലും നമുക്ക് 124ാമത്തെ ചോദ്യം. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ മുഖ്യമായ ഒരു അനുഷ്ഠാന പാട്ടാണ് കുത്തിയോട്ടപ്പാട്ട്. ഭദ്രകാളി ക്ഷേത്രത്തിലെ മുഖ്യമായ ഒരു അനുഷ്ഠാന പാട്ടാണ് കുത്തിയോട്ടപ്പാട്ട് എന്ന് പഠിക്കുക. അവിടെ കുത്തുന്നുണ്ട്, ഓടുന്നുണ്ട്, പാടുന്നുണ്ട് എന്ന് പഠിച്ചാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ മുഖ്യമായ ഒരു അനുഷ്ഠാന പാട്ടാണ് കുത്തിയോട്ടപ്പാട്ട് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത്രയും നമ്മൾ പഠിച്ചു മാറി. നമ്മൾ അടുത്ത വ്യത്യസ്തമായ മറ്റൊരു ചോദ്യത്തിലേക്ക് 125ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. തുയിലുണർത്തുപാട്ട് അവതരിപ്പിക്കുന്ന സമുദായം ഏതാണ്? പാണന്മാരാണല്ലേ. പാണന്മാരാണ് തുയിലുണർത്തുപാട്ട് അവതരിപ്പിക്കുന്നത് അല്ലേ. തുയിലുണർത്തുപാട്ട് അവതരിപ്പിക്കുന്ന ഒരു സമുദായം ഏത് എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ സംശയമില്ലാതെ പറയും അത് പാണന്മാരാണ്. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ. തമ്പുരാൻ പാട്ടിൽ പരാമർശിക്കുന്ന രാജാവാര് എന്നാണ് അടുത്ത ചോദ്യം. അത് മാർത്താണ്ഡവർമ്മയാണല്ലേ. തമ്പുരാൻ പാട്ടിൽ പരാമർശിക്കുന്നത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. മഹാഭാരത കഥയുടെ നാടൻ ഗാനാവിഷ്കാരം നടത്തിയത്, അല്ലെങ്കിൽ നാടൻ ഗാനാവിഷ്കാരം ആണ് എന്ത്? മാഭാരതം പാട്ട്. മഹാഭാരത കഥയുടെ നാടൻ ഗാനാവിഷ്കാരം നടത്തുന്ന പാട്ടാണ് മാഭാരതം പാട്ട്. മഹാഭാരതം എന്നതിൽ നിന്നാണ് മാഭാരതം എന്ന് ഉണ്ടായത് എന്ന് നമുക്കറിയാം. അപ്പം മഹാഭാരതം പാട്ടിൻ്റെ അല്ലെങ്കിൽ മഹാഭാരത കഥയുടെ നാടൻ ഗാനാവിഷ്കാരം നടത്തുന്ന പാട്ടാണ് മാഭാരതം പാട്ട് എന്ന് പഠിക്കാം. അറബി മലയാളത്തിൻ്റെ മറ്റൊരു പേരെന്ത് എന്നാണ് അടുത്ത ചോദ്യം. നമുക്ക് ഇനി മാപ്പിളപ്പാട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ചോദ്യം 128. അറബി മലയാളത്തിൻ്റെ മറ്റൊരു പേര്. മാപ്പിള മലയാളം നമ്മൾ കേട്ടതാണ്, പ്രീവിയസ് ആണ്. മാപ്പിള മലയാളം എന്നാണ് അറബി മലയാളത്തിൻ്റെ മറ്റൊരു പേര്, മാപ്പിള മലയാളം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ചുവന്ന ടിക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട്, മറക്കരുത്, പ്രീവിയസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ചോദ്യത്തിലേക്ക് വീണ്ടും വരുന്നു. അറബി മലയാളത്തിൻ്റെ മറ്റൊരു പേര് മാപ്പിള മലയാളം എന്നാണ് അല്ലേ.
പൊന്നാനി മുതൽ കാസർഗോഡ് വരെ നിലനിന്ന പ്രത്യേക ഭാഷാരൂപമാണ് അറബി മലയാളം അഥവാ മാപ്പിള മലയാളം എന്ന് പഠിക്കാം. ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പൊന്നാനി മുതൽ കാസർഗോഡ് വരെ അല്ലേ. അറബി മലയാളത്തിൻ്റെ പദ്യശാഖയാണ് മാപ്പിളപ്പാട്ട്. നമ്മൾ കേൾക്കാറുള്ള, നമ്മൾ പാടാറുള്ള മാപ്പിളപ്പാട്ടുകൾ അറബി മലയാളത്തിൻ്റെ പദ്യശാഖയാണ്. വിശുദ്ധരെ പ്രകീർത്തിക്കുന്ന മാപ്പിളപ്പാട്ടാണ് മാലപ്പാട്ടുകൾ. നമ്മൾ കേട്ടിട്ടുണ്ട്, മുഹൈദ്ദീൻ മാലയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പരാമർശം തൊട്ട് താഴത്തെ ചോദ്യത്തിലുണ്ട്. വിശുദ്ധരെ പ്രകീർത്തിക്കുന്ന മാപ്പിളപ്പാട്ടാണ് മാലപ്പാട്ടുകൾ. കെസ്സുപാട്ടുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? കെസ്സുപാട്ടുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ശൃംഗാരമാണല്ലേ. മാപ്പിളപ്പാട്ടിലെ വൃത്തരീതിയുടെ പേര്. മലയാളത്തിലെ വൃത്തരീതിയെക്കുറിച്ചൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിലെ വൃത്തരീതിയുടെ പേരാണ് ഇശൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി പോവുകയാണ്. ഖാസി മുഹമ്മദ് രചിച്ച കൃതിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, മുഹൈദ്ദീൻ മാല. 1607 രചിച്ചത്. ഖാസി മുഹമ്മദ് രചിച്ച കൃതിയാണ് മുഹൈദ്ദീൻ മാല. 1607 രചിച്ചത്. അറബി മലയാളത്തിലെ ആദ്യത്തെ പദ്യകൃതിയാണ് ഏത്? മുഹൈദ്ദീൻ മാല. അപ്പം അറബി മലയാളത്തിലെ ആദ്യ പദ്യകൃതി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഖാസി മുഹമ്മദ് രചിച്ച 1607 രചിച്ച മുഹൈദ്ദീൻ മാലയാണെന്ന് ഓർത്തു വെക്കും. കുഞ്ഞായിൽ മുസ്ലിയാർ ഏത് തരം പാട്ടുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കപ്പപ്പാട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അറബി മലയാളത്തിലെ ആദ്യ പദ്യകൃതി നമ്മൾ നേരത്തെ പറഞ്ഞു മുഹൈദ്ദീൻ മാലയാണ്. കുഞ്ഞായിൽ മുസ്ലിയാർ ഏത് തരം പാട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കപ്പപ്പാട്ടാണ്. അടുത്ത 3 ചോദ്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ആണ്, എന്തായാലും പഠിക്കേണ്ടതാണ്, ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്, നിങ്ങൾക്കറിയാവുന്നത് കൂടിയാണ് ഈ 3 ചോദ്യങ്ങൾ. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കൃതി രചിച്ച ആരാണ്? അത് മോയിൻകുട്ടി വൈദ്യരാണ് അല്ലേ. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കൃതി രചിച്ച വ്യക്തി, അക്ഷരവൃത്തങ്ങൾ ഉപയോഗിച്ച് മാപ്പിളപ്പാട്ടുകൾ രചിച്ച വ്യക്തി, മാപ്പിളപ്പാട്ടിൻ്റെ കുലഗുരു ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തി. മാപ്പിളപ്പാട്ടിൻ്റെ കുലഗുരു ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കൃതി രചിച്ച വ്യക്തി, അക്ഷരവൃത്തങ്ങൾ ഉപയോഗിച്ച് മാപ്പിളപ്പാട്ടുകൾ രചിച്ച വ്യക്തി, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കുലഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മോയിൻകുട്ടി വൈദ്യർ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മാപ്പിളപ്പാട്ടിലെ പച്ച മലയാളക്കാരൻ എന്നറിയപ്പെടുന്ന ആരാ? പുലിക്കോട്ടിൽ ഹൈദർ അറിയപ്പെടുന്നു മാപ്പിളപ്പാട്ടിലെ പച്ച മലയാളക്കാരൻ. പച്ച മലയാള കൃതികളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പച്ച മലയാള കൃതി എന്നൊക്കെ. അപ്പം മാപ്പിളപ്പാട്ടിലെ പച്ച മലയാളക്കാരൻ എന്നറിയപ്പെടുന്നു പുലിക്കോട്ടിൽ ഹൈദർ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അവസാനത്തെ ചോദ്യം, 141ാമത്തെ ചോദ്യം. മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് LK ലത്തീഫ് എഴുതിയ കൃതി ഏത്? മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് LK ലത്തീഫ് എഴുതിയ കൃതിയാണ് മാപ്പിള ശൈലി എന്നുകൂടെ പഠിച്ചു മാറിയാൽ 141 ചോദ്യം ഇതോടുകൂടി നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1000 മലയാള സാഹിത്യ ചോദ്യങ്ങൾ എന്ന മേഖലയുടെ 3ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അടുത്ത ഒരു ക്ലാസ്സുമായി വ്യത്യസ്തങ്ങളായ മറ്റ് ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും. താങ്ക് യു.